ടെക് ലോകത്തെ വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിലൊന്നായ ഡൈംലർ ട്രക്ക് ഇന്ത്യയെ തങ്ങളുടെ സുപ്രധാന സാങ്കേതിക ഇന്നൊവേഷൻ കേന്ദ്രമായി മാറ്റുന്നു. ഇതിനായി ബംഗളൂരുവിലെ ഇന്നൊവേഷൻ സെന്ററിൽ സോഫ്റ്റ്വെയർ വികസനം, കണക്റ്റഡ് വെഹിക്കിൾ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഗവേഷണവും വികസന പ്രവർത്തനങ്ങളും ശക്തമാക്കുകയാണ്. ഓട്ടോമൊബൈൽ വ്യവസായം വലിയൊരു സാങ്കേതിക പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കണക്റ്റഡ് വാഹനങ്ങൾ, സൈബർ സുരക്ഷ, സോഫ്റ്റ്വെയർ തുടങ്ങി നിരവധി നൂതന സാങ്കേതിക വിദ്യകൾ വാഹനരംഗത്ത് ഒരുമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഡൈംലർ ട്രക്കിന്റെ ആഗോള ടെക് ഹബായി ഇന്ത്യയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബംഗളൂരുവിലെ ഡൈംലർ ട്രക്ക് ഇന്നോവേഷൻ സെന്റർ ഇന്ത്യ അഥവാ DTICI കമ്പനിയുടെ ആഗോള സാങ്കേതിക വികസനത്തിലെ പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ട്രക്കിന്റെയും ബസിന്റെയും ആശയ രൂപീകരണം മുതൽ ഉപഭോക്താവിൽ എത്തുന്നതുവരെയുള്ള മുഴുവൻ ഘട്ടങ്ങളിലും ബംഗളൂരു കേന്ദ്രത്തിലെ എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്നു. മെക്കാനിക്കൽ ഡിസൈൻ, ഡിജിറ്റൽ സിമുലേഷൻ, സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ്, പരിശോധന എന്നിവയ്ക്കൊപ്പം കണക്റ്റഡ് വാഹനങ്ങൾ, ക്ലൗഡ് സാങ്കേതികവിദ്യ, AI, മെഷീൻ ലേണിംഗ് എന്നിവയിലും കേന്ദ്രത്തിന് വലിയ പങ്കുണ്ട്. ഡൈംലർ ട്രക്കിന്റെ AI, ഡാറ്റാ സയൻസ്, സൈബർ സുരക്ഷാ മേഖലകളിലെ മികവിന്റെ കേന്ദ്രം കൂടിയാണ് ബംഗളൂരു. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നീക്കം ഡൈംലർ ട്രക്കിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസനത്തിലും ഇന്ത്യയിലെ ടീമിന് പ്രധാന ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. വാണിജ്യ വാഹന വ്യവസായത്തിലെ ആദ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്നും 2030കളുടെ തുടക്കത്തിൽ അവതരിപ്പിക്കാനാണ് പ്രതീക്ഷയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ വാഹന വിപണിയിൽ സ്കോഡ കൈലാക്ക് വീണ്ടും ജനപ്രിയ മോഡലായി. 2026 ജൂലൈയിലെ വിൽപ്പന കണക്കുകളിലും സ്കോഡയുടെ മറ്റ് മോഡലുകളെ പിന്നിലാക്കി കൈലാക്ക് 1ാം സ്ഥാനത്തെത്തി. ജൂലൈയിൽ 3727 യൂണിറ്റ് കൈലാക്കാണ് വിറ്റഴിച്ചത്. ഇതോടെ സ്കോഡയുടെ ആകെ വിൽപ്പനയുടെ 65.28% കൈലാക്ക് സ്വന്തമാക്കി. 2025 ജൂലൈയിൽ വിറ്റ 3377 യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇത്തവണ 350 യൂണിറ്റിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. അതായത് വാർഷിക വളർച്ച 10.36%. വാഹനത്തിന്റെ പ്രാരംഭ എക്സ് ഷോറൂം വില 7.59 ലക്ഷം രൂപയാണ്. അതേസമയം ജൂണിലെ 4039 യൂണിറ്റ് വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജൂലൈയിൽ 7.72% പ്രതിമാസ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കോഡയുടെ സെഡാൻ മോഡലായ സ്ലാവിയയ്ക്ക് ജൂലൈയിൽ വിൽപ്പന കുറഞ്ഞു. 2025 ജൂലൈയിലെ 1168 യൂണിറ്റിൽ നിന്നും ഇത്തവണ 993 യൂണിറ്റായി വിൽപ്പന താഴ്ന്നു. അതേസമയം കുഷാക്കിന്റെ വിൽപ്പന 901 യൂണിറ്റിൽ നിന്നും 833 യൂണിറ്റായി കുറഞ്ഞു. എന്നാൽ പ്രീമിയം SUV-യായ കോഡിയാക് മികച്ച വളർച്ച നേടി. 2025 ജൂലൈയിലെ 106 യൂണിറ്റിൽ നിന്നും ഇത്തവണ 156 യൂണിറ്റായി വിൽപ്പന ഉയർന്നു. ഇതോടെ 47.17% വാർഷിക വളർച്ചയാണ് കോഡിയാക് നേടിയത്. ആകെ കണക്കിൽ ജൂലൈ സ്കോഡ ഇന്ത്യ 5709 വാഹനങ്ങൾ വിറ്റു. കഴിഞ്ഞ വർഷത്തെ 5552 യൂണിറ്റുകളെ അപേക്ഷിച്ച് 2.83% വളർച്ച. ഈ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചത് കൈലാക്ക് തന്നെയാണെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയൊരു അപ്ഗ്രേഡ് പദ്ധതിയുമായി ഗൂഗിൾ. പിക്സൽ 11 സീരീസ് വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് ഓരോ വർഷവും പുതിയ പിക്സൽ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിക്സൽ 11 സീരീസിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകൾ, മെച്ചപ്പെടുത്തിയ ക്യാമറ സംവിധാനങ്ങൾ, മികച്ച പ്രകടനം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. പ്രോ മോഡലുകളിൽ 120 മടങ്ങ് വരെ സൂം സൗകര്യവും ലഭ്യമാണ്. പുതിയ ഫോൺ വാങ്ങുമ്പോൾ പഴയ പിക്സൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് അതിന്റെ മൂല്യം പുതിയ ഫോണിന്റെ വിലയിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. ഇതിലൂടെ ഓരോ വർഷവും പുതിയ പിക്സൽ മോഡലിലേക്ക് മാറുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പമാക്കുകയാണ് ഗൂഗിളിന്റെ ലക്ഷ്യം. പിക്സൽ ഫോണുകൾക്ക് ദീർഘകാല സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ഗൂഗിൾ നൽകുന്നുണ്ട്. പുതിയ ഫീച്ചറുകളും സുരക്ഷാ അപ്ഡേറ്റുകളും തുടർച്ചയായി ലഭിക്കുന്നതിനാൽ ഫോൺ കൂടുതൽ കാലം ഉപയോഗിക്കാനും സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. സ്മാർട്ട് ഫോൺ വിപണിയിൽ ഉപഭോക്താക്കളെ വർഷം തോറും പുതിയ മോഡലുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ശക്തമാകുന്നതിനിടെയാണ് ഗൂഗിളിന്റെ പുതിയ നീക്കം. പുതിയ ഫോൺ വാങ്ങുക മാത്രമല്ല, പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് ഓരോ വർഷവും ഏറ്റവും പുതിയ പിക്സലിലേക്ക് മാറാനുള്ള അവസരമാണ് ഗൂഗിൾ ഉപഭോക്താക്കൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.